നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ചോറിനൊപ്പം കൊടുത്തുവിടാനും ഉച്ചയ്ക്ക് ഊണിനൊപ്പം സെർവ് ചെയ്യാനുമായിട്ട് നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഉരുളക്കിഴങ്ങും കോവയ്ക്കയും ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടിപൊളി ടേസ്റ്റോട് കൂടിയ ഈ ഒരു സൈഡ് ഡിഷ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് പ്രധാനമായും നമുക്ക് വേണ്ടത് ഇതുപോലെ ഉരുളക്കിഴങ്ങും കോവയ്ക്കയും തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിച്ചും ഇത് നമുക്ക് വളരെ സ്വാദിഷ്ടമായി തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ 200 ഗ്രാം അളവിൽ ഉരുളക്കിഴങ്ങും അതേ അളവിൽ തന്നെ കോവയ്ക്കയുമാണ് എടുത്തിരിക്കുന്നത്. കോവയ്ക്ക എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത് കളറ് മാറാത്ത ഇളം കോവയ്ക്ക തന്നെ എടുക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. കോവയ്ക്ക ഞാനിവിടെ ഇതുപോലെ നീളത്തിലുള്ള 6 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങും കോവയ്ക്ക് മുറിച്ചെടുത്ത അതേ വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1-2 പച്ചമുളകും 8 അല്ലി വെളുത്തുള്ളിയും 10 അല്ലി ചെറിയുള്ളിയുമാണ്. ഇതെല്ലാം നമുക്ക് മിക്സി ജാറിലോ അല്ലെങ്കിൽ കല്ലിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ചൂടുകട്ടിയുള്ളൊരു പാത്രം സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഇനി നമുക്ക് തീയൊന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് 2-3 മിനിറ്റ് ഇതിൻ്റെ എല്ലാം പച്ചച്ചുവെല്ലാം നന്നായിട്ടൊന്ന് മാറി കിട്ടും വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ പച്ചച്ചുവെല്ലാം മാറി ഇതുപോലെ കളറെല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തീയൊന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് 2 മിനിറ്റ് ഈ ഉരുളക്കിഴങ്ങൊന്ന് വാടിക്കിട്ടും വരെ തുറന്നു വെച്ച് തന്നെ ഇതുപോലെ നിളക്കി വേവിച്ചെടുക്കാം. അങ്ങനെ 2 മിനിറ്റോളം പാത്രത്തിൻ്റെ ചൂടിൽ ഇതുപോലെ നിളക്കി കൊടുക്കുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് നിളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഇതുപോലെ നിളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം മീഡിയം തീയിൽ തന്നെ വെച്ച് 1 മിനിറ്റോളം തുറന്നു വെച്ച് തന്നെ നമുക്കിത് ഇതുപോലെ നിളക്കി വേവിച്ചെടുക്കാം. കോവയ്ക്ക് ഒന്ന് വാടി കിട്ടിയതിന് ശേഷം ഈ പച്ചക്കറികളെല്ലാം ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ചൂട് കട്ടിയില്ലാത്ത പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിൽ ഈ സമയം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും കുറഞ്ഞ തീയിൽ 4-5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്ന് അടി പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ നിളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും പച്ചക്കറികളുടെ പച്ചച്ചുവെല്ലാം മാറി ഒരുപാട് വെന്തുടഞ്ഞ് പോകാത്ത വിധത്തിൽ ഇതുപോലെ സോഫ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുന്നത്. തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പൊടി പച്ചക്കറികളുടെ എല്ലായിടത്തും ഒരേപോലെ ആകുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാനിതിലേക്ക് 3-1 ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയെല്ലാം ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം മസാലപ്പൊടികൾ പച്ചക്കറികളിലേക്ക് നന്നായി പിടിച്ച് പച്ചക്കറികൾ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടാനായിട്ട് നമുക്കത് 2-3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഇനി നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടി തുറന്നു വെച്ച് തന്നെ ഇതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇതുപോലെ തുടർച്ചയായി ഇളക്കി കോവയ്ക്കയും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് സോഫ്റ്റായി ഈ ഒരു പാകമായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോവയ്ക്കയും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഈ ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്